ഹായ് ഫ്രണ്ട്സ്, വളരെ കാലമായിട്ടുള്ള നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അതുപോലെ അമൃത്സർ ഒക്കെ കാണുക എന്നുള്ളത്. ഇന്നിപ്പോൾ എന്തായാലും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മളിതാ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ കേരളീയ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ജയ്പൂരിലേക്ക് പോവുകയാണ്. ഇൻഡിഗോയിലാണ്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നെങ്കിലും അവസാനം എന്തൊക്കെയോ അവരുടെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണം കണക്റ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ ബാംഗ്ലൂർ ഒന്ന് ഇറങ്ങി അവിടെ നിന്ന് നമ്മളിതാ ജയ്പൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് തന്നെ ആയിക്കോട്ടെ, ബ്രേക്ക്ഫാസ്റ്റിന് ആലു പൊറോട്ടയും ചന മസാലയും നല്ല മാങ്ങ അച്ചാറും തൈരും, ഇതാണ് ഇപ്പോൾ കാലത്ത്. അപ്പോൾ ചപ്പാത്തിയുടെ ഉള്ളിൽ ഉരുളൻകിഴങ്ങ് മസാലയൊക്കെ ചേർത്തിട്ടുള്ളതാണ് ഈ ആലു പൊറോട്ട. കൂടെ മൺപാത്രത്തിലുള്ള ചായയും കുടിച്ചു. ഇതാണ് ശീഷ് മഹൽ മിറർ പാലസ്. ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്ന ലക്ഷക്കണക്കിന് കണ്ണാടികൾ ഉപയോഗിച്ചുണ്ടാക്കിയ കൊട്ടാരം. ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് എൻ്റെ വീഡിയോസ് ഇല്ല. കുറച്ചു നേരം പാവക്കൂത്തുകളെയും കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് നാഗർഹട്ട് ഫോർട്ടിലേക്കാണ്. ഈ ഫോർട്ടിൽ നിന്നാൽ ജയ്പൂർ അഥവാ പിങ്ക് സിറ്റി മുഴുവനായിട്ടും നമുക്ക് കാണാം. രാജസ്ഥാനി കോസ്റ്റ്യൂം ധരിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ പ്രിന്റ് എടുത്ത് തരും. രാജസ്ഥാനി സംഗീതവും അതുപോലെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കച്ചവടക്കാരെയും പിന്നിട്ടുകൊണ്ട് ആരവല്ലി പർവ്വതനിരകളെ ബന്ധിപ്പിച്ച് 12 കിലോമീറ്റർ നീളമുള്ള മതില്, ചൈന മതിലിന് ശേഷം ഏഷ്യയിലെ 3ാമത്തെ മതിലാണിത്. അതും കണ്ട് നമ്മൾ നേരെ പോകുന്നത് ആംബർ ഫോർട്ട് കാണാനാണ്. മാൻസിംഗ് രണ്ടാമൻ രാജാവ് തന്റെ 12 ഭാര്യമാർക്ക് വേണ്ടി പണിതു കൊടുത്ത കൊട്ടാരവും അതുപോലെ ഒരു കോട്ടയും ചേർന്നതാണ് ഈ ആംബർ ഫോർട്ട്. ബെൽജിയത്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത കണ്ണാടികളും അതുപോലെ ഏറ്റവും വില കൂടിയ കല്ലുകളും കോറൽസും ഉപയോഗിച്ചാണ് ഇതിന്റെ ചുമരുകളും സീലിങ്ങും ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് അവിടുത്തെ കിച്ചണിൽ ഉപയോഗിച്ചിരുന്ന വലിയ പാത്രങ്ങളാണ്. ഉച്ചയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് പഞ്ചാബി താളിയും രാജസ്ഥാനി താളിയും ഓർഡർ ചെയ്തു. വ്യത്യാസം അറിയാലോ. പിന്നെ പോയത് മാൻസിംഗ് രാജാവ് ജലത്തിൽ നിർമ്മിച്ച കൊട്ടാരം കാണാനാണ്. ജൽ മഹൽ, കൃത്രിമമായ തടാകത്തിലെ നടുക്ക് അതിമനോഹരമായ ഒരു പാലസ്, അതാണ് ജൽ മഹൽ. നമ്മുടെ പണ്ടത്തെ MIT സ്കൂട്ടർ രൂപാന്തരപ്പെട്ടുണ്ടായതുപോലെയുള്ള ഓട്ടോറിക്ഷയിൽ ജയ്പൂർ സിറ്റി ഒന്ന് കാണാൻ രാത്രി ഞങ്ങൾ ഇറങ്ങി. ഭയങ്കര ട്രാഫിക്കാണ് ഇവിടെ. ഏതിലൂടെയൊക്കെ ഏതൊക്കെയാ വരാന്ന് പറയാൻ പറ്റില്ല. പശുക്കളും ആളുകളും വീലറുകളും ഒക്കെ ചേർന്ന് നല്ല അടിപൊളി ട്രാഫിക്. അടുത്ത ദിവസം രാവിലെ തന്നെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഗാനമേളയും ദിവസമാണ്. സ്റ്റാച്യു സർക്കിൾ കാണാൻ
ഇതാണ് ബിർള മന്ദിർ. ഏതോ മുതലാളി തന്റെ ഭാര്യയ്ക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്താന്ന് തോന്നുന്നു. ഫുള്ള് മാർബിളാണ്, വെണ്ണക്കൽ മാർബിള്. ബിർള മന്ദിർ വളരെ മനോഹരമായ സ്ഥലം. പിങ്ക് സിറ്റി എന്ന് പറയാൻ കാരണം പിങ്ക് കളറിലുള്ള ബിൽഡിങ്സ് മാത്രമാണ് ഇവിടെ ഉണ്ടാവുക റോഡിൽ. അതിനുശേഷം നമ്മൾ ഹവാമഹൽ കാണാൻ പോയി. രാജാവ് തന്റെ 30ഓളം വരുന്ന പെൺകുട്ടികൾക്ക് പുറത്തെ ലോകത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി നിർമ്മിച്ച കൊട്ടാരമാണ് ഹവാമഹൽ. എപ്പോഴും കാറ്റ് കടക്കുന്നത് കൊണ്ടാണ് ഹവാമഹൽ എന്ന് പറയാൻ കാരണം. ഒരുപാട് ജനലുകൾ ഇവിടെയുണ്ട്. ഇതാണ് ജയ്പൂർ സിറ്റിയുടെ ഐക്കൺ ആയിട്ടുള്ള ഹവാ മഹലിന്റെ മുൻഭാഗം. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരുപാട് ആയിരക്കണക്കിന് ജനലുകളുള്ള ഹവാ മഹൽ, എപ്പോഴും കാറ്റിനുള്ളിലേക്ക് കടക്കുന്ന ഹവാ മഹൽ. രാജസ്ഥാന്റെ തനതു രുചികൾ വിളമ്പുന്ന സ്ട്രീറ്റ് ഫുഡും കഴിച്ച് ചെറിയ ഷോപ്പിംഗ് സെന്ററുകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ജയ്പൂരിലെ രാജാക്കന്മാർ താമസിച്ചിരുന്ന സിറ്റി പാലസ് ആണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. കൊട്ടാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കില്ല. അത്രയധികം പ്രൗഢിയും ഭംഗിയുമാണ്. ഇവിടെയൊക്കെ എങ്ങനെയാണ് ഈ രാജാക്കന്മാര് കഴിഞ്ഞിരുന്നതെന്ന് നമ്മൾ അത്ഭുതത്തോടു കൂടി ചിന്തിച്ചു പോകും. ജയ്പൂരുകാരുടെ ഒരു ലോക്കൽ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അവിടെയും ഒന്ന് കയറി പാട്ടും ഡാൻസും ഒക്കെയാണ് അവിടെ. അതിനുശേഷം ജിലേബി ലഡു ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറും നമ്മൾ വിസിറ്റ് ചെയ്തു. ആവശ്യത്തിനുള്ള സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയതിനു ശേഷം നല്ല ബദാം ഇട്ട സ്പെഷ്യൽ ലസ്സിയും കുടിച്ച് നമ്മൾ നേരെ പോകുന്നത് രാജസ്ഥാന്റെ തനത് ലൈഫ് അറിയുന്നതിനുള്ള ഒരു സ്പെഷ്യൽ ആക്ടിവിറ്റി സെന്ററായ ഗുലാബ് മാർഗിലേക്കാണ്. രാജസ്ഥാന്റെ കലയും സംസ്കാരവും ജീവിത രീതികളും നമ്മളെ പരിചയപ്പെടുത്തുന്ന വളരെ മനോഹരമായ ഒരു 4-5 മണിക്കൂർ നേരത്തെ ആക്ടിവിറ്റീസ് ആണ്. പാവക്കൂത്ത് കളിയും സ്ട്രീറ്റ് മാജിക്കും എല്ലാം നമുക്കിവിടെ ആസ്വദിക്കാം.
അവരുടെ ഭക്ഷണ രീതികളും നമ്മളെ പരിചയപ്പെടുത്തും. എല്ലാം അൺലിമിറ്റഡ് ആണ്. പേരൊക്കെ പഠിച്ചെടുക്കാൻ പാടാണെങ്കിലും പല പല ടേസ്റ്റിലുള്ള പല പല പലഹാരങ്ങളും ഭക്ഷണ രീതികളും. കൈ നോക്കുന്നവരും തത്തയെ കൊണ്ട് ചീട്ടെടുക്കുന്നവരും ഉൾപ്പെടെ ഒരുപാട് ഫൺ ഗെയിംസും ആക്ടിവിറ്റീസും മത്സരങ്ങളും എല്ലാം ഇവരിവിടെ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇത് രാജസ്ഥാൻ വീട്ടിലേക്ക് കയറി ചെന്നാൽ അവർ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുക, അതാണ് ഇവിടെ കാണുന്നത്. പലതരം പലഹാരങ്ങളും പായസവും ഒക്കെ നമുക്ക് അവിടെ നിന്ന് യഥേഷ്ടം കഴിക്കാം. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും അതുപോലെ സഫാരി ഏരിയയുമാണ് അടുത്തത്. കുതിര സവാരി, ഒട്ടകത്തിന്റെ പുറത്തുള്ള സവാരി, കുതിര വണ്ടി, കാള വണ്ടി, ഒട്ടക വണ്ടി, അങ്ങനെ ഒരുപാട് സഫാരികൾ ഡെസർട്ടിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. രാജസ്ഥാൻകാർ എങ്ങനെയാണ് കളിമണ്ണ് കൊണ്ട് മനോഹരമായ പാത്രങ്ങളും മറ്റും ഉണ്ടാക്കുന്നത് നമുക്ക് പഠിക്കാം. നമ്മളെ കൊണ്ട് അവർ ചെയ്ത് കാണിച്ചു തരും. പത്ത് 20 തരം കറിയും കൂട്ടി നല്ല രാജസ്ഥാനി സ്റ്റൈലിൽ ഒരു ഭക്ഷണം കഴിച്ചാലോ, അതാണ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ. ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അത്രയധികം രസകരമായ രീതിയിലാണ് ഇവരെല്ലാം ഒരുക്കിയിട്ടുള്ളത്. बेसन गट्टा, खड़ी दाल, आलू प्याज, पनीर, मिस्सी रोटी, सादा रोटी, लहसुन चटनी, मिर्ची टकोरा, मक्खन, चूरमा, बाटी, लहसुन चटनी. സോ ഇതാണ് രാജസ്ഥാനികളുടെ തനതായ ഭക്ഷണം. പ്ലേറ്റ് ഒക്കെ കാലിയായിട്ടുണ്ട്. അടിപൊളിയാണ്. വാവ്, സൂപ്പർ സൂപ്പർ. ലാസ്റ്റ് ഒരു രാജസ്ഥാനി DJ കൂടി കഴിഞ്ഞ് നമ്മുടെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു, ബൈ.